പസഫിക് സമുദ്രത്തിൽ വെറും 3.8 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ദ്വീപ്. എന്നാൽ ഈ 3.8 കിലോമീറ്റർ ദൂരം താണ്ടി ഒരു ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപിലേക്ക് എത്താൻ ഏകദേശം ഒരു ദിവസത്തോളം സമയമെടുക്കും. കൃത്യമായി പറഞ്ഞാൽ 21.25 മണിക്കൂർ. 1000ഓളം കിലോമീറ്ററുകൾ താണ്ടാൻ വെറും മണിക്കൂറുകൾ മാത്രം ആവശ്യമുള്ള ബുള്ളറ്റ് ട്രെയിനിൽ നിലനിൽക്കുന്ന ഈ കാലത്താണ് വെറും 3.8 കിലോമീറ്റർ താണ്ടാൻ മണിക്കൂറുകൾ 21 മണിക്കൂറോളം വേണ്ടി വരുന്നതെന്ന് ഓർക്കണം. എവിടെയാണ് ഈ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നതെന്നും ഈ ചെറിയ ദൂരം കടക്കാൻ ഇത്രമാത്രം മണിക്കൂറുകളുടെ ആവശ്യം എന്തെന്നുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വടക്കൻ പസഫിക് സമുദ്രത്തിൽ അലാസ്കയുടെയും സൈബീരിയയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബെറിംഗ് സ്ട്രെയ്റ്റിലാണ് ഈ രണ്ട് ദ്വീപുകൾ. ഡയോമീഡ് ദ്വീപുകൾ എന്നാണ് ഇവ രണ്ടും അറിയപ്പെടുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒന്നിന്റെ പേര് ബിഗ് ഡയോമീഡ്, രണ്ടാമത്തത് ലിറ്റിൽ ഡയോമീഡ്. 3.8 കിലോമീറ്റർ മാത്രമേ ഈ രണ്ട് ദ്വീപുകൾ തമ്മിൽ ഉള്ളൂവെങ്കിലും ഇവ രണ്ടും സ്ഥിതി ചെയ്യുന്നത് രണ്ട് രാജ്യങ്ങളിലാണ്. ലിറ്റിൽ ഡയോമീഡ് എന്ന ദ്വീപ് അമേരിക്കൻ അധീനതയിലാണെങ്കിൽ ബിഗ് ഡയോമീഡ് എന്ന് പറയുന്നത് റഷ്യയുടെ അധീനതയിലുള്ള ദ്വീപ്. എന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങളുടെ അതിർത്തിയാണ് ഈ രണ്ട് ദ്വീപുകൾ. ഈ രണ്ട് ഐലൻഡും തമ്മിൽ 3.8 കിലോമീറ്റർ മാത്രമേ ദൂരം ഉള്ളൂ എങ്കിലും ഇവ രണ്ടിനെയും വേർതിരിക്കുന്നത് അദൃശ്യമായ ഒരു രേഖയാണ്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഒരു ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപിലേക്ക് പോകണമെങ്കിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന ഈ സാങ്കല്പിക രേഖ കടക്കേണ്ടതുകൊണ്ടാണ് ഈ ചെറിയ ദൂരം കടന്നു പോകാൻ ഇത്രമാത്രം കൂടിയ മണിക്കൂറുകളുടെ ആവശ്യം. ലളിതമായി പറഞ്ഞാൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന ഈ സാങ്കല്പിക രേഖ മറികടക്കുന്നതോടുകൂടി ഒരാൾ ദിവസത്തിൽ നിന്ന് മുന്നോട്ടോ അല്ലെങ്കിൽ പുറകോട്ടോ ആണ് സഞ്ചരിക്കുന്നത്. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അതായത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ, ഇത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ലോകത്തിൽ സമയം എങ്ങനെ കണക്കാക്കുന്നു എന്ന് അറിയാം. നമുക്കറിയാം, ഈ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും പല സമയങ്ങളാണ് നിലനിൽക്കുന്നത്. ഒരിടത്ത് രാത്രിയാവുമ്പോൾ മറ്റൊരിടത്ത് പകലായിരിക്കും. വിദേശങ്ങളിൽ നിങ്ങൾക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ ഈ സമയവ്യത്യാസം നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും. നമ്മൾ അവരെ രാത്രി 8 മണിക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ അവർ അവിടെ കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഈ സമയത്തായിരിക്കില്ല, മറ്റൊരു സമയത്തായിരിക്കും. അതുപോലെ അന്താരാഷ്ട്ര സ്പോർട്സ് മാച്ചുകൾ, കായിക മാച്ചുകളെല്ലാം ഇന്ത്യയിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന സമയവും വ്യത്യസ്തമായിരിക്കും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഓരോ രാജ്യങ്ങളിലും ഓരോ സ്ഥലങ്ങളിലെയും സമയം എങ്ങനെയാണെന്ന് കൃത്യമായി അറിയാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് എങ്ങനെ സാധിച്ചു, സമയത്തിന്റെ കൃത്യത ഓരോ സ്ഥലത്തും എങ്ങനെ കൃത്യമായി രേഖപ്പെടുത്താൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. ഭൂമി ഉരുണ്ടതാണെന്നും അതിന്റെ കോണളവുകൾ 360 ഡിഗ്രി ആണെന്നും മുന്നേ കണ്ടുപിടിക്കപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെയും മറ്റും സ്ഥാനം നിർണ്ണയിച്ചുകൊണ്ട് ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നത് 24 മണിക്കൂർ കൊണ്ടാണെന്ന് കണക്കാക്കുകയും ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിലും സമയത്തിന്റെ കാര്യത്തിൽ ഒരു കൃത്യത, സ്റ്റാൻഡർഡൈസേഷൻ എല്ലായിടത്തും ഉണ്ടായിരുന്നില്ല. നിഴലുകൾ നോക്കിയായിരുന്നു അന്ന് സമയം അളന്നിരുന്നത്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള സൂര്യന്റെ യാത്രയിൽ നിഴലുകൾക്ക് നീളം ഏറ്റവും കുറവ് വരുന്ന സമയത്തെ, അതായത് സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ വരുന്ന സമയത്തെ മധ്യാഹ്നം അല്ലെങ്കിൽ 12 മണി എന്ന് സങ്കല്പിച്ചു. പക്ഷേ പ്രത്യേകത, ഇത് പല സ്ഥലത്തും പലതാണ്. ഈ കാരണത്താൽ സമയത്തിന് കൃത്യമായ ഒരു നിർവചനമോ അല്ലെങ്കിൽ ഒരു രീതിയോ കണക്കാക്കലോ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. ആദ്യകാലങ്ങളിൽ ഇതൊരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അഥവാ വ്യാവസായിക വിപ്ലവം വന്നതോടുകൂടി കഥ മാറി. കൂടുതൽ മെച്ചപ്പെട്ട ഗതാഗത സംവിധാനം വന്നു, തീവണ്ടികൾ ഓടാൻ തുടങ്ങി, ചരക്ക് നീക്കം സാധ്യമാവാൻ തുടങ്ങി. അതോടുകൂടി സമയത്തിന് കൃത്യമായ ഒരു രൂപം ഉണ്ടാവേണ്ടത് ആവശ്യമായി വന്നു ലോകത്തെല്ലായിടത്തും. കാരണം ചരക്ക് നീക്കം നടക്കുമ്പോൾ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ടല്ലോ. ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് ഇത്ര സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തുമെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ സമയത്തിന് ഒരു കൃത്യമായ രൂപം ഉണ്ടാവണം. അതോടെ ലോകത്തുള്ള 41 രാജ്യങ്ങൾ ചേർന്ന് അമേരിക്കയിലെ വാഷിംഗ്ടൺ DC വെച്ച് 1884 ഒരു കോൺഫറൻസ് കൂടുകയുണ്ട്. ഇതറിയപ്പെടുന്നത് പ്രൈം മെറിഡിയൻ കോൺഫറൻസ് എന്നാണ്. നിങ്ങൾ ഒരു ഗ്ലോബോ അല്ലെങ്കിൽ ഒരു ലോക ഭൂപടമോ നോക്കുമ്പോൾ അതിൽ നെടുകയും കുറുകയും ധാരാളം വരകൾ കാണും. ഇതിനെ ലാറ്റിറ്റ്യൂഡ് എന്നും ലോങ്കിറ്റ്യൂഡ് എന്നുമാണ് വിളിക്കുന്നത്. അഥവാ അക്ഷാംശരേഖ എന്നും രേഖാംശരേഖ എന്നും പറയും. ഇതിൽ ഭൂമിയെ തെക്ക് വടക്ക് ഭാഗങ്ങളിലായി മുറിച്ച് കടന്നുകൊണ്ട് സാങ്കല്പികമായി കടന്നു പോകുന്ന രേഖയാണ് ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശരേഖ. ഇതിൽ ഏറ്റവും നീളം കൂടിയ രേഖയാണ് ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നത്. അതിനെ ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ എന്ന് വിളിക്കും. ഇത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭൂമിയെ രണ്ട് ഹെമിസ്ഫിയർ അല്ലെങ്കിൽ അർദ്ധഗോളങ്ങളാക്കി സങ്കല്പിച്ചിരിക്കുന്നത്. നോർത്തേൺ അഥവാ ഉത്തരാർദ്ധഗോളമെന്നും സതേൺ അഥവാ ദക്ഷിണ അർദ്ധഗോളമെന്നും. 0 ഡിഗ്രിയിൽ തുടങ്ങി അഥവാ ഭൂമധ്യരേഖയിൽ തുടങ്ങി തെക്കോട്ടും വടക്കോട്ടും 10, 20, 30 എന്നിങ്ങനെ 90 ഡിഗ്രി വരെയാണ് ഈ അക്ഷാംശ രേഖകൾ കാണപ്പെടുന്നത്. ഇതിൽ 90 ഡിഗ്രി നോർത്തിനെ നോർത്ത് പോൾ എന്നും
90 ഡിഗ്രി സൗത്തിനെ സൗത്ത് പോൾ എന്നുമാണ് വിളിക്കുന്നത്. രണ്ടാമത്തതാണ് ലോങ്കിറ്റ്യൂഡ് അഥവാ രേഖാംശ രേഖ. ലാറ്റിറ്റ്യൂഡിനെ പോലെ ലോങ്കിറ്റ്യൂഡിന് നീളക്കൂടുതലും കുറവും പറയാനില്ല. കാരണം ലോങ്കിറ്റ്യൂഡ് എപ്പോഴും കടന്നു പോകുന്നത് 2 ധ്രുവ പ്രദേശങ്ങളിലൂടെയാണ്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഒരേ നീളം തന്നെയായിരിക്കും ലോങ്കിറ്റ്യൂഡിന് ഉണ്ടാവുക. ഭൂമിയിൽ ഒരു രാജ്യത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടിയാണ് പണ്ട് കാലത്ത് നാവികർ ഈ ലാറ്റിറ്റ്യൂഡും ലോങ്കിറ്റ്യൂഡും ഉപയോഗിച്ചിരുന്നത്. ലാറ്റിറ്റ്യൂഡ് ലോങ്കിറ്റ്യൂഡ് ഡിഗ്രി ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നതിനെ കോർഡിനേറ്റ് എന്നാണ് പറയുന്നത്. ലോങ്കിറ്റ്യൂഡ് കടന്നുപോയിക്കൊണ്ടിരുന്നത് എപ്പോഴും ധ്രുവങ്ങളിലൂടെ ആയതുകൊണ്ട് തന്നെ ലാറ്റിറ്റ്യൂഡിനെ പോലെ ഒരു 0 ഡിഗ്രി ലോങ്കിറ്റ്യൂഡ് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അന്ന് വരെ. 1884 വാഷിംഗ്ടൺ DC നടന്ന ഈ പ്രൈം മെറിഡിയൻ കോൺഫറൻസിൽ ഒരു പ്രൈം മെറിഡിയൻ 0 ഡിഗ്രി മെറിഡിയൻ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിർണ്ണയിക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. പല രാജ്യങ്ങൾക്കും ഇത് അവരവരുടെ രാജ്യത്ത് വേണം എന്ന് താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിലും ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ചിലൂടെ കടന്നുപോകുന്ന സാങ്കല്പിക രേഖയായ മെറിഡിയനെയാണ് പ്രൈം മെറിഡിയനായി കണക്കാക്കിയത്. അതിന് കാരണങ്ങൾ പലതുണ്ട്. അതിൽ ഒരു കാരണം ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ചിൽ അന്ന് പ്രശസ്തമായ ഒരു ഒബ്സർവേറ്ററി ഉണ്ടായിരുന്നു. ആകാശ ഗവേഷണത്തിൽ ധാരാളം സംഭാവനകൾ ചെയ്തിട്ടുള്ള ഈ ഒബ്സർവേറ്ററിയോടുള്ള ആദരസൂചകമായി അതിനെ പ്രൈം മെറിഡിയനായിട്ട് കണക്കാക്കുകയായിരുന്നു എന്നാണ് ഒരു വാദം. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്, അത് വഴിയെ പറയാം. അപ്പോ ഈ കോൺഫറൻസിൽ പ്രൈം മെറിഡിയനായിട്ട് ഗ്രീനിച്ച് മെറിഡിയനെ കണക്കാക്കി. അതിനെ 0 ഡിഗ്രി മെറിഡിയൻ എന്ന് കണക്കാക്കുകയും ചെയ്തു. അതായത് ഗ്രീനിച്ച് മെറിഡിയനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇനി സമയം കണക്കാക്കാൻ പോകുന്നത് എന്നാണ്. ഭൂമിക്ക് ഏതാണ്ട് ഒരു ഗോളാകൃതി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കോണ് എന്ന് പറയുന്നത് 360 ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ഡിഗ്രിക്ക് ഓരോ വരകൾ എന്ന കണക്കിൽ നമുക്ക് 360 മെറിഡിയൻ ലൈനുകൾ ഭൂമിക്ക് ചുറ്റും വരയ്ക്കാൻ പറ്റും. ഇതിൽ 0 ഡിഗ്രി മെറിഡിയൻ ആണ് ഗ്രീനിച്ചിലൂടെ കടന്നു പോകുന്നതെന്ന് ഫിക്സ് ചെയ്തു. ഇനി ഗ്രീനിച്ച് ലൈനിൽ നിന്നും കിഴക്കോട്ട് പോകുന്ന മെറിഡിയനുകളെല്ലാം ഈസ്റ്റ് എന്നും പടിഞ്ഞാറേക്ക് പോകുന്ന വരകളെല്ലാം വെസ്റ്റ് എന്നും കണക്കാക്കി. ഉദാഹരണത്തിന് എറണാകുളത്തെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, ഇതിന്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് കോർഡിനേറ്റ് എടുക്കുകയാണെങ്കിൽ അത് 76 ഡിഗ്രി ഈസ്റ്റ് ആണെന്ന് കാണാം. അതിന്റെ അർത്ഥം ഗ്രീനിച്ച് രേഖയിൽ നിന്ന് അല്ലെങ്കിൽ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ നിന്നും 76 ഡിഗ്രി മാറിയാണ് കേരളത്തിലെ എറണാകുളത്തുള്ള സൗത്ത് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അർത്ഥം. അതേപോലെ തന്നെ പടിഞ്ഞാട്ട് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് അമേരിക്കയിലെ മിയാമി ബീച്ചിന്റെ കോർഡിനേറ്റ് നോക്കുകയാണെങ്കിൽ അത് 80 ഡിഗ്രി വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറാണെന്ന് കാണാം. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുണ്ട് എന്നും ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഏകദേശം 24 മണിക്കൂർ വേണമെന്നും കണക്കാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 360 ഡിഗ്രി കോണറവുള്ള ഒരു ഗോളം ഒരു വട്ടം ചുറ്റാൻ 24 മണിക്കൂർ എടുക്കുമെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രി ചുറ്റും? 360/24, അതായത് 15 ഡിഗ്രി. അങ്ങനെയെങ്കിൽ ഓരോ സ്ഥലത്തിന്റെയും ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അറിഞ്ഞാൽ അവിടെ എത്ര സമയമായി എന്ന് കണക്കാക്കുന്നത് എളുപ്പമായി. ഇതിനായി ഗ്രീനിച്ച് മെറിഡിയൻ കടന്നു പോകുന്ന സ്ഥലത്തെ സമയം ഒരു സ്റ്റാൻഡേർഡായി കണക്കാക്കുകയും അതിനെ GMT അഥവാ ഗ്രീനിച്ച് മീൻ ടൈം എന്ന് വിളിക്കുകയും ചെയ്തു. 1982 ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ GMTA UTC എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ഭൂമിയുടെ കറക്കത്തിന്റെ ഒരു പ്രത്യേകത കാരണം വർഷം മുഴുവൻ ഒരേപോലെയല്ല പകൽ സമയത്തിന്റെ ദൈർഘ്യം എന്നതിന്റെ വെച്ചാണ് ഈ ഒരു പുനർനാമകരണം ഉണ്ടായത്. രണ്ടും നിർണ്ണയിക്കുന്നത് 2 വഴിക്കാണെങ്കിലും പൊതുവിൽ GMTയും UTCയും ഒന്ന് തന്നെയാണെന്ന് പറയാം. ഉദാഹരണത്തിന് ഗ്രീനിച്ച് മെറിഡിയനിൽ നിന്ന് 15 ഡിഗ്രി കിഴക്കുള്ള ഒരു സ്ഥലത്തെ സമയം എങ്ങനെ നിർണ്ണയിക്കാമെന്ന് നോക്കാം. നമുക്കറിയാം ഭൂമി ഒരു മണിക്കൂർ കൊണ്ട് 15 ഡിഗ്രിയാണ് കറങ്ങുന്നത്. അങ്ങനെയെങ്കിൽ GMTയിൽ നിന്ന് 1 മണിക്കൂർ കൂടുതലായിരിക്കും ആ സ്ഥലത്തെ സമയം. അതായത് ഗ്രീനിച്ച് മീൻ ടൈമിലെ സമയം ഉച്ചയ്ക്ക് 12 മണിയാണ് എന്നിരിക്കുക. അങ്ങനെയെങ്കിൽ 1 മണിക്കൂർ അധികമായിരിക്കും 15 ഡിഗ്രിയുള്ള സ്ഥലത്തെ സമയം, അതായത് ഉച്ച കഴിഞ്ഞ് 1 മണിയായിട്ടുണ്ടാവും. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഗ്രീനിച്ച് മെറിഡിയനിൽ നിന്ന് 30 ഡിഗ്രി പടിഞ്ഞാറുള്ള ഒരു സ്ഥലത്തെ സമയം നിർണ്ണയിക്കുന്നതോ എങ്ങനെയായിരിക്കാം? 15 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് 1 മണിക്കൂർ വേണമെങ്കിൽ 30 ഡിഗ്രി കറങ്ങാൻ 2 മണിക്കൂർ വേണം. അത് വെച്ചാൽ ഗ്രീനിച്ച് മീൻ ടൈമിനേക്കാൾ 2 മണിക്കൂർ വ്യത്യാസം ഉണ്ടാകും ഈ പറഞ്ഞ സ്ഥലത്ത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത, ഗ്രീനിച്ച് മീൻ ടൈം 12 മണിയാണ്, ഉച്ച 12 മണിയാണെങ്കിൽ 30 ഡിഗ്രി പടിഞ്ഞാറുള്ള സ്ഥലത്ത് രാവിലെ 10 മണിയായിട്ടുണ്ടാവുള്ളൂ. അതിന് കാരണം ഭൂമി കറങ്ങുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്, അഥവാ സൂര്യൻ സഞ്ചരിക്കുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. അങ്ങനെ വരുമ്പോൾ സമയത്തിന്റെ കാര്യത്തിൽ കിഴക്ക് ഭാഗമായിരിക്കും പടിഞ്ഞാറിനേക്കാൾ മുമ്പിൽ. എന്നാൽ ഈ ഒരു കാൽക്കുലേഷൻ ഉപയോഗിച്ച് മാത്രമല്ല ഓരോ രാജ്യത്തിന്റെയും സമയം നിശ്ചയിക്കുന്നത്, അത് അവിടുത്തെ ഒരു സർക്കാർ നയം കൂടിയാണ്. ഇതനുസരിച്ച് ഇന്ത്യയിൽ എങ്ങനെയാണ് സമയം പാലിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം. 62.5 ഈസ്റ്റ് മുതൽ 92.1 ഈസ്റ്റ് വരെയാണ് ഇന്ത്യ ഉൾക്കൊള്ളുന്ന ലോഞ്ചിറ്റ്യൂഡുകൾ. അതായത് പടിഞ്ഞാറ് ഗുജറാത്തിൽ തുടങ്ങി അങ്ങ് കിഴക്ക് അരുണാചൽ വരെ. അങ്ങനെയുള്ളപ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമുള്ള സമയം നമുക്കൊന്ന് കണക്ക് കൂട്ടി നോക്കാം. ഗുജറാത്തിൽ ഭാഗത്തൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് 60 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ്.
ഒരു മണിക്കൂറിൽ 15 ഡിഗ്രി. അങ്ങനെ വരുമ്പോൾ 60 ഡിഗ്രി കറങ്ങാൻ എത്ര സമയം വേണം? 60/15, 4 മണിക്കൂർ. അപ്പോൾ ഗുജറാത്തിലെ സമയം GMT യിൽ നിന്ന് 4 മണിക്കൂർ മുമ്പിലായിരിക്കും. അതായത് GMT യിൽ ഉച്ച 12 മണിയാണെങ്കിൽ ഗുജറാത്തിലെ സമയം +4 ആയിരിക്കും. അതായത് 12 മുതൽ 4 മണിക്കൂർ, ഉച്ച കഴിഞ്ഞ് 4 മണി. ഇനി ഇന്ത്യയുടെ കിഴക്കൻ അറ്റമായ അരുണാചൽ ഭാഗത്തുള്ള സമയമോ? അവിടെ 90 ഡിഗ്രിയാണ് ലോഞ്ചിറ്റ്യൂഡ്. നേരത്തെ പറഞ്ഞ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 90 ഡിഗ്രി സഞ്ചരിക്കാൻ 6 മണിക്കൂർ വേണം. അതായത് 90/15, 6 മണിക്കൂർ. അതിനർത്ഥം GMT യിൽ നിന്ന് 6 മണിക്കൂർ മുമ്പിലായിരിക്കും അരുണാചലിലെ സമയം. GMT യിൽ ഉച്ചയ്ക്ക് 12 ആണെങ്കിൽ അരുണാചലിൽ വൈകുന്നേരം 6 മണിയായിട്ടുണ്ടാവും എന്നർത്ഥം. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയിൽ ഒരൊറ്റ ടൈം സോൺ മതി, അല്ലെങ്കിൽ ഒറ്റ സമയ മേഖല മതി എന്ന് തീരുമാനിക്കുകയും ഇതിന് ഇന്ത്യയിലെ ഏതാണ്ട് മധ്യത്തിലൂടെ UP-യിലെ മിർസാപൂരിലൂടെ കടന്നു പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡാണ് തെരഞ്ഞെടുത്തത്. ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 82.30 ആണ്. നേരത്തെ പറഞ്ഞ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 82.30 എന്ന ഈ ഡിഗ്രി കടക്കാൻ GMT യിൽ നിന്ന് 5.5 മണിക്കൂർ അധികം സമയം വേണം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST എന്ന് പറയുന്നത് GMT-യേക്കാൾ +5.5 മണിക്കൂർ കൂടുതൽ. എല്ലാ രാജ്യങ്ങൾക്കും ഇതുപോലെ ഒരു ടൈം സോൺ മാത്രമല്ല ഉള്ളത്. പല രാജ്യങ്ങൾക്കും പല ടൈം സോൺ ഉണ്ട്. ഉദാഹരണത്തിന് വലിയ രാജ്യങ്ങളായ അമേരിക്കയിലും റഷ്യയിലും. അമേരിക്കയിൽ 6 ടൈം സോണുകൾ ഉള്ളപ്പോൾ റഷ്യയിൽ ഏകദേശം 11ഓളം ടൈം സോണുകളാണ് ഉള്ളത്. ഈ കാരണത്താൽ തന്നെ ഇന്റർനാഷണൽ ടൈം ലൈൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ പ്രൈം മെറിഡിയൻ പറയുന്നത് പോലെ ഒരു നേർരേഖയല്ല, പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പൊ ഇങ്ങനെയാണ് ലോകത്ത് സമയക്രമം കണക്കാക്കുന്നതും അതിനൊരു ഏകീകൃത രൂപം കൊണ്ടുവന്നത്. ഇനി ഇതിനോട് ചേർത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. ഗ്രീനിച്ച് മെറിഡിയൻ പ്രൈം മെറിഡിയനായി തിരഞ്ഞെടുക്കാൻ 2 കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒന്ന് നേരത്തെ പറഞ്ഞു, ഒബ്സർവേറ്ററിയുടെ പ്രത്യേകത. ഗ്രീനിച്ച് ഒബ്സർവേറ്ററിയുടെ കാരണമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം പിന്നീട് പറയാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ കാരണം പറയാം. ഗ്രീനിച്ച് മെറിഡിയനിൽ നിന്ന് കിഴക്കോട്ട് പോകും തോറും +10, 20, 30, 40 എന്നിങ്ങനെ ഡിഗ്രി കൂടി കൂടി 180 വരെ എത്തും. അതേപോലെ തന്നെ ഗ്രീനിച്ച് മെറിഡിയനിൽ നിന്ന് പടിഞ്ഞാറേക്ക് 10, 20 എന്ന കണക്കിൽ അതും 180 ഡിഗ്രിയിൽ എത്തും. ഇങ്ങനെ 180 ഡിഗ്രി വരെ എത്തുമ്പോൾ ഗ്രീനിച്ച് മെറിഡിയന്റെ നേരെ വിപരീത ദിശയിലെത്തും. കാരണം ഭൂമിക്ക് ഗോളാകൃതിയാണ്, അതിന്റെ കോണളവ് എന്ന് പറയുന്നത് 360 ആണ്. ഇതിന്റെ പകുതിയാണ് 180. അതായത് കിഴക്കോട്ടും പടിഞ്ഞാട്ടും 180 ഡിഗ്രി വരെ സഞ്ചരിച്ചു കഴിയുമ്പോൾ ഗ്രീനിച്ചിന്റെ നേരെ വിപരീത ദിശയിൽ എത്തും. കിഴക്കോട്ടുള്ള ഈ 180 ഡിഗ്രി സഞ്ചരിക്കാൻ അല്ലെങ്കിൽ കറങ്ങാൻ ഭൂമിക്ക് എത്ര സമയം വേണം? നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം 180/15, 12 മണി. കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഈ കണക്ക് നമ്മൾ നോക്കുമ്പോൾ ഗ്രീനിച്ചിന് ഓപ്പോസിറ്റിൽ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ 24 മണിക്കൂറിന്റെ വ്യത്യാസം കാണാം. 24 മണിക്കൂറിന്റെ വ്യത്യാസം വരുന്ന ഈ മേഖലയിൽ, അതായത് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. അതായത് ഈ മേഖലയിൽ വെച്ചാണ് 24 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാകുന്നതും ഒരു ദിവസം കടന്നു പോയതായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് വരുന്ന ഈ മേഖല പൂർണ്ണമായിട്ടും പസഫിക് ഓഷനിലൂടെയാണ് കടന്നു പോകുന്നത്. 1-2 ചെറിയ ദ്വീപുകൾ അങ്ങിങ്ങായിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായിട്ടും ഒട്ടുമുക്കാൽ ഭാഗവും പസഫിക്കിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ലൈൻ. അതുകൊണ്ട് തന്നെ ദിവസത്തിൽ വരുന്ന ഈ മാറ്റം സംഭവിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മേഖല, അധികം ആൾതാമസമില്ലാത്ത അല്ലെങ്കിൽ ആൾവാസം കുറഞ്ഞ സമുദ്രമേഖലയുടെ ആകുന്നത് ആണ് ഏറ്റവും ഉത്തമം എന്ന ഒരു ധാരണയിലാണ് ഗ്രീനിച്ച് മെറിഡിയൻ പ്രൈം മെറിഡിയനായി എടുക്കാൻ കാരണം. എന്നാലും നിങ്ങൾ ഗ്ലോബോ അല്ലെങ്കിൽ ഭൂപടമോ നോക്കുകയാണെങ്കിൽ ഈ IDL അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനും കൃത്യമായ ഒരു നേർരേഖയല്ല. അവിടെയും പൊളിറ്റിക്കലായിട്ടും അതേപോലെ ജോഗ്രഫിക്കലുമായിട്ടുള്ള ചില താല്പര്യങ്ങളുടെ പുറത്ത് ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ചിലപ്പോൾ ഇടത്തേക്കോ വലത്തേക്കോ മാറുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ കാരണത്താൽ, അതായത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിൽ വെച്ചാണ് ഒരു ദിവസത്തിന്റെ 24 മണിക്കൂർ കഴിയുകയും അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യുകയും തുടങ്ങുകയും ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ 2 ദ്വീപുകൾക്കിടയിലുള്ള ഈ ആലങ്കാരിക പ്രയോഗം. ഒരാൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നു പോകുമ്പോൾ അയാൾ ഒരു ദിവസം മുന്നിലേക്ക് മാറി പിറ്റേ ദിവസത്തേക്ക് എത്തിയെന്ന് പറയും. അതേപോലെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് സഞ്ചരിക്കുമ്പോൾ അയാൾ ഇന്നലെയിലേക്ക് എത്തിയെന്നും പറയും. അതായത് അമേരിക്കയുടെ അധീനതയിലുള്ള ലിറ്റിൽ ഡയോമീഡിൽ തിങ്കളാഴ്ചയാണെങ്കിൽ റഷ്യയുടെ അധീനതയിലുള്ള ബിഗ് ഡയോമീഡ് എന്ന ദ്വീപിൽ അപ്പോഴേക്കും ചൊവ്വാഴ്ച ആയി കഴിഞ്ഞിരിക്കും. ഈ കാരണത്താൽ ലിറ്റിൽ ഡയോമീഡ് എന്ന ദ്വീപിനെ അറിയപ്പെടുന്നത് യെസ്റ്റർഡേ ഐലൻഡ് എന്നും ബിഗ് ഡയോമീഡ് എന്ന ഐലൻഡ് അറിയപ്പെടുന്നത് ടുമോറോ ഐലൻഡ് എന്നും. ഈ 2 ദ്വീപുകളിലും ആൾതാമസവും ഉണ്ട് കേട്ടോ. ലിറ്റിൽ ഡയോമീഡ് എന്ന അമേരിക്കൻ ഭാഗത്തുള്ള ഐലൻഡിൽ തദ്ദേശികളായ എസ്കിമോകളുടെ ചെറിയ ഒരു ഗ്രൂപ്പ് താമസിക്കുന്നുണ്ട്. എന്നാൽ ബിഗ് ഡയോമീഡ് റഷ്യയുടെ ഭാഗത്തുള്ള ദ്വീപിൽ റഷ്യയുടെ ഒരു മിലിറ്ററി കന്റോൺമെന്റ് മാത്രമേ പ്രവർത്തിക്കുന്നു. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന
ഒരു ദിവസത്തിന് മാറ്റം സംഭവിക്കുന്ന ഈ ഒരു സാങ്കല്പിക രേഖ ഉള്ളതുകൊണ്ട് തന്നെ ലിറ്റിൽ ഡയോമൈഡ് ഐലൻഡിൽ നിന്ന് നിങ്ങളൊരു ബോട്ടിൽ ബിഗ് ഡയോമൈഡിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ 21 മണിക്കൂറിന്റെ വ്യത്യാസത്തിലായിരിക്കും നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന സാങ്കല്പിക രേഖ വിഭജിക്കുന്ന രണ്ട് രാജ്യങ്ങളുടെ ഏറ്റവും അടുത്ത അതിർത്തി കൂടിയാണ് ഈ രണ്ട് ദ്വീപുകൾ എന്നത് ഈ ഒരു സവിശേഷത കൂട്ടുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക്